ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തനി നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പഴയകാല രീതിയിലാട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മുടെ ഉണ്ണിയപ്പത്തിനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കൂടെ തന്നെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേയും കൂടി നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പച്ചരിയാണ്. അപ്പം ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് പച്ചരി ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഈ പച്ചരിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഇതേപോലെ വലിയൊരു ശർക്കരയാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉണ്ട ശർക്കര കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെ ഇല്ല, ക്യൂബായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 എണ്ണം വരെ നമുക്ക് ശർക്കര എടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ അതിൻ്റെ മധുരം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കര ഇതേപോലെ ഒരു 4-5 കഷ്ണമായിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാവുക. ഇനിയിപ്പോൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഉരുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ശർക്കര പാനിക്ക് വേണ്ടി ഈ ശർക്കരയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് ഗ്യാസിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 കപ്പ് വെള്ളം മാത്രം മതിയാവും ഇതേപോലെ വലിയൊരു ഉണ്ട ശർക്കര ഒന്ന് ഉരുക്കി പാനിയായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈയെടുക്കാതെ തന്നെ നല്ല രീതിയിൽ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മളെപ്പോഴും ശർക്കര ഒരുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല കട്ടിയിൽ ഒരിക്കലും നമ്മുടെ ശർക്കര വരരുത്, ശർക്കരപ്പാനി വരരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ശരിക്കും ഒന്ന് കുറുകി വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തോളണം. ചില ശർക്കര അങ്ങ് തിളച്ച് നന്നായിട്ടങ്ങ് കുറുകി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കേട്ടോ, അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ തീ ചൂടൊന്ന് ആറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ശർക്കര ഒരു ചെറു ചൂടോട് കൂടി മാത്രമേ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പച്ചരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചെറിയ ഏലക്കയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ അരിയുടെ കൂടെ തന്നെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, വലിയ ജീരകമല്ല. ഇനിയിപ്പോൾ ഏലക്കയ്ക്ക് പകരം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കപ്പൊടിയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട, എല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ശർക്കരയുടെ ആണെങ്കിലും ആ തീ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഈ അരിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിയും അതേപോലെ തന്നെ ശർക്കരപ്പാനിയും ഒപ്പത്തിന് നിർത്തിയിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്, അതേപോലെ തന്നെ കുറഞ്ഞു പോകരുത്. വെള്ളമല്ല, നമ്മുടെ ശർക്കരപ്പാനി ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കണ്ടോ, ഇതിപ്പോൾ ഒരേ ലെവലിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇത് മതി. അപ്പോൾ ചെറിയൊരു തരിതരിപ്പോട് വേണം നമ്മളതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ശരിക്കും ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ചെറിയൊരു തരിതരിപ്പ് നിർത്തുന്ന കാര്യം മറക്കരുതേ. അങ്ങനെ തരിതരിപ്പോട് കൂടിയിട്ട് വേണം ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ നമ്മുടെ പച്ചരി നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കരപ്പാനിയുടെ കൂടെ. അപ്പോൾ ചെറിയൊരു തരിതരിപ്പ് നിർത്തിയിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതേപോലെ. ഇനിയിപ്പോൾ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും മിക്സിയൊക്കെ ചെയ്യാനാണെങ്കിലും നല്ല എളുപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ട് ഒരു പഴത്തിൻ്റെ മിക്സും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 4 ചെറുപഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ചെറുപഴത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അത് നന്നായിട്ട് പഴുത്തതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ആ ചെറുപഴം നേരിട്ട് ചേർക്കുന്നതിന് പകരമായിട്ട് 2ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണെങ്കിലും ചേർത്താൽ മതി. അപ്പോഴായിരിക്കും അരച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുമിച്ച് ചേർക്കാതെ ഇതേപോലെ 2-3 ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഈ പഴത്തിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ മിക്സ് ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ പഴവും അതേപോലെ തന്നെ മൈദയും കൂടി ചേർത്ത് അരയ്ക്കുമ്പോഴായിരിക്കും നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഉണ്ണിയപ്പം നമുക്ക് കിട്ടുന്നത്. മൈദയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് നമുക്കിതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മളെപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോഴും ഇതേപോലെ അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ കരടോ അങ്ങനെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഇതേപോലെ അരിച്ചെടുക്കുമ്പോൾ അങ്ങ് പോയി കിട്ടും. ബാക്കി വന്ന ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ മിക്സ് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം.
നമ്മളിങ്ങനെ മൈദയും കൂടി ചേർത്ത് അരച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ നല്ല പേസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചെറുപഴം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ മൈദയുടെ മിക്സ് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ തരിതരിപ്പോ അങ്ങനെയൊന്നും തന്നെ ഇല്ലാതെ ശരിക്കും പേസ്റ്റായിട്ടോ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇരിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ പച്ചരിയുടെ ആ മിക്സിലേക്ക് നമ്മുടെ ഈ അരപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ പഴവും ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ വെറുതെ ബേക്കിംഗ് സോഡ ചേർത്ത് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാളും 2 ഇരട്ടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഇതേപോലെ ഉണ്ണിയപ്പം നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ ആ പച്ചരിയുടെ മിക്സിലേക്ക് ആ പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കലാണ്. അപ്പം നമ്മുടെ അരപ്പെന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് ലൂസായിട്ടുമല്ല എന്നാൽ ഒരുപാട് അങ്ങ് ടൈറ്റും ആയിട്ടല്ലാതെ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. നമ്മുടെ സ്പൂണിലൊഴിച്ച് താഴെയിട്ട് ഒഴിക്കാൻ നേരത്ത് നല്ല രീതിയിൽ വരാൻ പാകത്തിന് വേണം ഇരിക്കാനായിട്ട്. നമ്മുടെ മാവ് ഒരുപാട് കട്ടിക്കും അതേപോലെ തന്നെ ഒരുപാട് ലൂസാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഇതൊരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് നമ്മുടെ മാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മതി. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ മാവ് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. കണ്ടോ, കുറച്ചും കൂടി നമ്മൾ അരച്ച് വെച്ചതിനേക്കാളും ഒരു നുള്ളും കൂടി കട്ടിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെയ്യേണ്ടത് നമ്മുടെ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാനിലേക്ക് ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല, നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്യൊക്കെ നന്നായിട്ട് ഒരുക്കി വന്നിപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് നമ്മുടെ ചെറിയതായിട്ട് കൊത്തിയരിഞ്ഞ നമ്മുടെ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങക്കൊത്ത് ഒരുപാട് വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ ഇതേപോലെ ചെറുതായിട്ടാണെങ്കിൽ കടിക്കാനാണെങ്കിലും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് കരിഞ്ഞൊന്നും പോകാതെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഗ്യാസ് അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമ്മുടെ തേങ്ങക്കൊത്തൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ തേങ്ങാക്കൊത്താണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇപ്പം നമ്മുടെ ഈ തേങ്ങാക്കൊത്തിന് വെച്ച് കഴിഞ്ഞാൽ നല്ല തീ ചൂടാണ്. അപ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് ആറി വരട്ടെ. അപ്പോൾ നമ്മുടെ ഈ മിക്സിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മളിതിനകത്തേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഉണ്ണിയപ്പം നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇല്ലാതെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണും വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ തേങ്ങക്കൊത്ത് വറുക്കാൻ നേരത്ത് കയ്യിൽ 1 ടീസ്പൂൺ എള്ളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും നല്ലതാണ്. അപ്പോൾ ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്യാൻ നേരത്ത് എള്ളങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ചേർത്തൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യണ്ട, നമുക്ക് നേരെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്കിട്ട് അങ്ങ് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ആണെങ്കിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നിറച്ച് തന്നെ എണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയും അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഓരോ കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുഴി നിറച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, ഒരു 1/4 ഭാഗം അത്രയും മതിയാവും. ബാക്കി ഇത് തന്നെ അങ്ങ് പൊങ്ങി വന്നോളും. നമ്മൾ കുഴി നിറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും അങ്ങ് പൊങ്ങി വരുമ്പോൾ പുറത്തേക്ക് അങ്ങ് ചാടിപ്പോവും. അപ്പോൾ ശരിക്കും ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് ഒന്നും നമുക്ക് നന്നായിട്ട് അങ്ങ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കുഴിയിലും ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് മാത്രം നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു വശമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് റെഡിയായി കളറൊക്കെ ഒന്ന് മാറി വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പതുക്കെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരെണ്ണം മാത്രമേ അത്രയും ഷേപ്പില്ലാതെ വന്നുള്ളൂ, ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേട്ടോ, ഈ ഒരെണ്ണം മാത്രമേ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവാണ്ട് വരുന്നുള്ളൂ. അത് മറിച്ചിട്ട് കൊടുത്ത് രണ്ടാമത്തെ വശം കൂടി റെഡിയായി കഴിയുമ്പോൾ നമുക്കിതിങ്ങ് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി, 2 വശം നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വരാനായിട്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം 2 വശം റെഡിയായിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊരു അരിപ്പയിലേക്കാണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത്, ആ എണ്ണയൊക്കെ ശരിക്കും ഒന്ന് പോകാൻ വേണ്ടി. അതിനുശേഷം നമ്മുടെ ഈ ഉണ്ണിയപ്പം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. ഒരു വശം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പെട്ടെന്ന് നമുക്കിങ്ങ് ചുട്ടെടുത്തുകൊണ്ട് വരാം.
കണ്ടത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി ശരിക്കും നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഉണ്ണിയപ്പത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 പാത്രത്തിൽ വെച്ചിരിക്കുന്നത് ഒരെണ്ണം ബേക്കിംഗ് സോഡ ചേർത്തും ഒരെണ്ണം ബേക്കിംഗ് സോഡ ചേർക്കാത്തതുമാണ്. കണ്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡ ചേർക്കാത്തതാണ്. അപ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടത് തൊടുമ്പോൾ തന്നെ അങ്ങ് കുഴിഞ്ഞു പോകുന്നു. മറ്റത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടിരിക്കുന്നു. എന്നാൽ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാതെ റെഡിയാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചാൽ നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.